ഓണമെത്താറായതോടെ ചെണ്ടുമല്ലി കൃഷിയുമായി ക്ഷേത്രത്തിന് കീഴിലെ ജൈവ കൃഷി കമ്മിറ്റിയും തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകത്തിന്റെ കീഴിലെ ഉപക്ഷേത്രങ്ങളുടെ മുറ്റത്താണ് ചെണ്ടുമല്ലി കൃഷി. മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലികൾ കണ്ണിന് കുളിർമ പകരുന്ന മനോഹര കാഴ്ചയാവുകയാണ്. Gold and diamonds. Kerala and Karnataka, the glow of purity. പെരുങ്കളിയാട്ടത്തിന് ഒരുക്കങ്ങൾ നടന്നുവരുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിന്റെ മേൽനോട്ടത്തിൽ വിവിധ കീഴ്മുണ്ഡ്യകളും അറകളും ചെയ്ത ചെണ്ടുമല്ലിപ്പൂ കൃഷി കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചയാകുന്നു. കൂലേരി മുണ്ടയ്ക്ക് കീഴിലുള്ള 12 ജൈവ കർഷക കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ ജൈവ കൃഷി കമ്മിറ്റിയാണ് കൂലേരി മുണ്ട്യ ക്ഷേത്ര പരിസരത്തും ബീരിച്ചേരി മനപരിസരത്തുമാണ് ഒരേക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത്. പെരുങ്കളിയാട്ടത്തിന് അന്നദാനത്തിന് കറിയൊരുക്കാൻ നടത്തുന്ന വാഴകൃഷിക്കൊപ്പമാണ് ചെണ്ടുമല്ലി കൃഷി. വാഴകളുടെ കീടശല്യം ഒഴിവാക്കുന്നതിനായി ഒപ്പം നടത്തിയ ചെണ്ടുമല്ലി കൃഷി ഇപ്പോൾ ഒരു വരുമാന മാർഗവുമായിരിക്കുകയാണ്. മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലികൾ കണ്ണിന് കുളിർമ പകരുന്ന മനോഹര കാഴ്ചയാവുകയാണ്. തൃശൂരിൽ നിന്നും 1000 ചെണ്ടുമല്ലി തൈകൾ എത്തിച്ചാണ് നട്ടുവളർത്തിയത്. 2.5 മാസം കൊണ്ട് പൂക്കൾ വിളവെടുക്കാൻ പാകമായിട്ടുണ്ട്. ചെണ്ടുമല്ലി വിളവെടുത്താൽ വിപണിയിൽ മികച്ച വില ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ക്ഷേത്ര കമ്മിറ്റി. ജൈവ കൃഷി വാഴക്കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് അതിൻ്റെ അടിയിൽ ഈ ചെണ്ടുമല്ലി കൃഷിയും ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കൂടുതൽ വിപണി കണ്ടെത്തിയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ കൊടുക്കും. അത് എല്ലാ വീട്ടിലും നല്ല മനോഹരമായ ഒരു പൂക്കൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ പദ്ധതിക്ക് തയ്യാറെടുത്തത്. അത് ആദ്യം നമ്മൾ ഇത്ര വിജയിക്കുന്നു നമുക്ക് തോന്നിയിട്ടുണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത്. കഴിഞ്ഞ ഓണക്കാലത്ത് 250 രൂപയിൽ അധികം വിലയുണ്ടായിരുന്നു 1 കിലോ ചെണ്ടുമല്ലിക്ക്. ആ തുക കിട്ടിയില്ലെങ്കിലും 150 രൂപ ലഭിച്ചാലും തങ്ങൾക്ക് സന്തോഷമാണെന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കിലോക്ക് 150 വെച്ചാണ് കൊടുത്തത്. അത് വിപണിയിൽ അത് 200-250 ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് പറിച്ചു കൊടുക്കുന്നത് കൊണ്ട് അത് ലാഭം കണക്കാക്കിയിട്ടില്ല. നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് നമ്മൾ ചെയ്തത്. അതിൽ ലാഭം കണക്കാക്കിയിട്ടില്ല. അത് നമുക്കൊരു സന്തോഷം കൂടിയാണ് അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കൃഷി നടത്തുന്നത്. ചെണ്ടുമല്ലി കൃഷി വൻ വിജയമായതിൽ സന്തോഷത്തിലാണ് കർഷകർ. ക്ഷേത്രമുറ്റത്തെ ആദ്യത്തെ വിളവെടുപ്പിൽ ലഭിച്ച പൂക്കൾ തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സമർപ്പിച്ചു. വരും വർഷങ്ങളിൽ കൂടുതൽ സജീവമായി ചെണ്ടുമല്ലി കൃഷി തുടരുവാനാണ് ഇവരുടെ തീരുമാനം. നാട്ടിലെ മറ്റ് ക്ഷേത്ര കമ്മിറ്റികളും കുടുംബശ്രീ പ്രവർത്തകരും ക്ലബ്ബുകളും മറ്റ് സന്നദ്ധ കമ്മിറ്റികളും പൂക്കൃഷിയിലേക്ക് തിരിഞ്ഞാൽ മറുനാടൻ പൂക്കളെ ആശ്രയിക്കാതെ തദ്ദേശീയമായി ഓണപ്പൂക്കളം ഒരുക്കുവാൻ സാധിക്കുമെന്നാണ് ക്ഷേത്രമുറ്റത്തെ ചെണ്ടുമല്ലി കൃഷിയിലൂടെ ഈ കർഷകർ നൽകുന്ന മാതൃക. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.